ഹായ്, നമ്മളൊരു ക്രൂയിസ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കുള്ള കുറച്ച് ബെനിഫിറ്റ്സിലൊന്നാണ് നമുക്ക് കുറേ പുതിയ കാര്യങ്ങളും രാജ്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ബെനിഫിറ്റാണ് നമുക്ക് ഷോർ എക്സ്കർഷൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഗസ്റ്റിന് വേണ്ടിയുള്ള എക്സ്കർഷൻസ് ആണ്, ബട്ട് നമ്മൾ അവൈലബിൾ ആണ്, നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്കർഷൻ ചെയ്യാം. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്ലാന്റിന് ഞങ്ങൾ സൺലൈറ്റ് കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ റീസെൻ്റായിട്ട് ചെയ്തൊരു പുതിയ എക്സ്കർഷനാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്തത് ബിമിനിയിലാണ്. അപ്പോൾ ബിമിനി എന്ന് പറയുന്നത് നമ്മുടെ ബഹാമാസിലാണ്. ബഹാമാസ് ഇവിടെ ഞാൻ ആദ്യം പറയും, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നമ്മുടെ വേൾഡ് മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ US സൈഡിൽ ഇവിടെയായിട്ട്, അതായത് ഫ്ലോറിഡ സ്റ്റേറ്റ് സൈഡിൽ ഇവിടെയായിട്ട് വരുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ് ബഹാമാസ്. അതിൽ വരുന്ന ഒരു സിറ്റിയാണ് ബിമിനി. അവിടെ ഞാൻ സ്റ്റിൻഗ്രേ അഡ്വഞ്ചറാണ് ചെയ്തത്. സ്റ്റിൻഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ള തിരണ്ടി ഫിഷ് ഇല്ലേ, അതാണ്. നാട്ടിൽ ഞാൻ കുക്ക് ചെയ്യുന്നതും കഴിക്കുന്നതും മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഞാൻ ലൈവായിട്ട് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ആദ്യമായിട്ടാട്ടോ. അപ്പം ഇവിടെ അതൊരു ഭയങ്കര അട്രാക്റ്റീവ് ടൂറാണ്. നമ്മൾ പോയിട്ട് ഷോറിൽ നിന്നിട്ട് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡുണ്ട്. അതായത് നമ്മുടെ സ്ക്വിഡാണ് ഇവരുടെ ഫേവറേറ്റ് ഫുഡ്. അത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കൈ വെക്കുമ്പോൾ ഇവർ കുറേ പേര് ഒരുമിച്ച് കയറി വരും. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഇവർ പോകും. ഇവിടെ ഉള്ള ഈ സ്റ്റിൻഗേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരിങ്ങനെ ആളുകളെ കണ്ട് ഇങ്ങനെ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു യൂസ്ഡാണ്. അതുകൊണ്ട് അങ്ങനെ ഡേഞ്ചറൊന്നും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ ടെയിൽ ഒഴിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ടച്ച് ചെയ്യാം. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും ഒരു ധൈര്യത്തിൽ കുറച്ച് നേരമൊക്കെ നിന്ന് അവസാനം 2-3 ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നൈസായിട്ട് തൊടുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞൊരു ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2 ചെറിയ പിള്ളേരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അവരാണ് ഒരു പേടില്ലാതെ അതിന് നടുക്ക് പോയി നിന്ന് അവരെ തൊട്ടുകൊണ്ടിരുന്നത്. ഇവൻ്റെ കൂടെയാണ് ഞാനിങ്ങനെ നിന്ന് അവസാനം 2-3 പിടിച്ചത്. ഏജ് ജസ്റ്റ് നമ്പർ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതല്ല എന്നുള്ളൊരു ഇത് ചെറിയ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് റിയാലിറ്റി ചെക്ക് വരാറ്. എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നാട്ടിലെനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ലൈവ് തിരണ്ടി ഈ സാധനങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ലുണ്ടോന്ന്. എന്താണെങ്കിലും നമ്മളിങ്ങനെ ഷിപ്പിലിങ്ങനെ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. തിരിച്ച് നമ്മൾ ഷിപ്പിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു സംഭവം എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു സന്തോഷം. ബൈ.